ഹലോ, ഇന്നത്തേത് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ആക്ച്വലി ഈ വർഷത്തെ ഓണം ഞങ്ങൾ വീട്ടിലാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ വീട്ടിൽ അങ്ങനത്തെ ഒന്നും എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇതായിക്കോട്ടെ എന്ന് കരുതി ഞാനും മമ്മിയും കൂടി ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കണം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതെൻ്റെ ഓണക്കോടി കൂടിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലെ ലിവിങ് ഏരിയ, ലിവിങ് ഹാൾ എന്ന് പറയുന്നത്. ഇത് 2 പോർഷനായിരുന്നു കേട്ടോ വീട്. പണ്ട് ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ അച്ഛൻ അവിടേക്ക് കൂടി എടുത്തു. അവിടെ ആക്ച്വലി ആദ്യം കുളമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇവിടെ ഡോറാണ്. അപ്പം ഞാൻ അച്ഛനും അമ്മയും നോക്കുമ്പോൾ എന്നെ കാണാനില്ല. അപ്പം ഞാൻ എവിടെയാന്ന് തപ്പിത്തെറിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ ഒരു തട്ട് ഉണ്ടാവുമല്ലോ ഡോർ തുറക്കുമ്പോൾ, അപ്പം ഇത്രയ്ക്ക് സ്പേസിലാണ് കുളം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഈ തെറ്റത്ത് കാണുന്നുണ്ടോ, ഈ തെറ്റത്തിരുന്ന് ചെറിയ മീനുകളെ പിടിക്കില്ലേ, അതേപോലെ ഈ ചെറിയ അരിപ്പുകൊണ്ടാണോ എന്തുകൊണ്ടോ ഞാൻ മീനിനെ പിടിക്കുമായിരുന്നു. അച്ഛനമ്മ പെട്ടെന്ന് വിളിച്ച് ഞാൻ പേടിക്കുമല്ലോ, അതുകൊണ്ട് അച്ഛനമ്മ പതുക്കെ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകല്ല വിളിക്കുക ചെയ്തത്. ചീറ്റൊന്നും പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ കരയിലൊക്കെ പോയിട്ട്, കുളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പോയിട്ട് കളിക്കുമ്പോൾ ആരോടെങ്കിലും വലിയ മുതിർന്നവരാരെങ്കിലും വേണ്ട. ഞാനൊന്നും തന്നെ ചെറിയ കുട്ടിയാണ്, ഭയങ്കര ചെറിയ കുട്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ഓർമ്മയില്ല കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ ടൈമൊക്കെ വരുമ്പോൾ ഇവിടേക്ക് വന്ന് കണ്ടിട്ട് പോകും. മെയിനായിട്ട് ഇവിടെ അന്ന് സ്റ്റേ ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ റീസൺ, ഞങ്ങൾ 3 പെൺകുട്ടികളും പിന്നെ അമ്മയുമാണ്. അപ്പോൾ സ്ത്രീകൾ തന്നെയല്ലേ 4 പേരും. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കുക ക്വാർട്ടേഴ്സ് ആയിരിക്കുമല്ലോ. അന്ന് അങ്ങനെ കരുതിയിട്ട് അവിടെ നിന്ന്. പിന്നെ അച്ഛനാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ GD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരാനും വേഗം വന്ന് പോകാനൊക്കെയും എളുപ്പം ഈ പറയുന്ന ക്വാർട്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അമ്മ സാമ്പാറും പായസവും കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് ചേട്ടൻ വന്നപ്പോൾ, ചേട്ടൻ കുവൈറ്റിൽ നിന്ന് ഇപ്പോൾ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത ചേട്ടൻ. ബെഞ്ച് ഇവിടെ കിട്ടത് വേണമെന്നുണ്ടല്ലോ, കാരണം ഇൻവെർട്ടർ ഉണ്ട് അവിടെ. അപ്പോൾ ഇൻവെർട്ടർ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറണമെങ്കിൽ ഈ സാധനം എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പം അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ അങ്ങോട്ട് എടുത്തിട്ടിട്ടില്ല. വേറെ ഒന്നുമല്ല, ഇൻവെർട്ടർ നന്നാക്കാൻ കൊടുത്തിട്ട് ആൾ ഇപ്പോൾ തായ്ലാൻഡിലേക്കോ മറ്റോ കൂടെ ട്രിപ്പ് പോയിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സാറ്റർഡേ ഒക്കെ ആയിട്ട് തിരിച്ച് വരാം. അപ്പോൾ അതുവരേക്കും അത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മാറ്റിയിടാം. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വിസിറ്റേഴ്സൊന്നും വീട്ടിലങ്ങനെ വന്ന് പോലെ കുറവാണ്, പൊതുവേ കുറവ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഡയറക്റ്റ് ഇങ്ങനൊരു പോക്കാണ്. അച്ഛൻ ഈ കസേരയിലിരിക്കും. അച്ഛനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നോ പറഞ്ഞിട്ട് അച്ഛനാണ് ഇരിക്കുക. ഞാൻ ഡയറക്റ്റ് ആ റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാനടിച്ചിട്ടൊക്കെ ആയിട്ട് ഇറങ്ങുന്നല്ലാതെ വേറെ ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാവാറില്ല. ഞാൻ കുറച്ച് ഇൻഡിഫറെൻ്റാണ്. ഡിഫറെൻ്റാണെന്ന് പറഞ്ഞത് കുറച്ച് സിമിലറാക്കി, വേറെ ആൾക്കാരായിട്ട് നമുക്ക് സിമിലറാക്കും. പക്ഷെ ഞാൻ കുറച്ച് ഇൻഡിഫറെൻ്റാണ്. ഇൻഡിഫറെൻ്റ് ഇൻ സെൻസ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ. എൻ്റെ വീട്ടിൽ ഞാൻ ഇൻഡിഫറെൻ്റ് ആവാൻ കാരണം എൻ്റെ അച്ഛൻ്റെയും അല്ല അമ്മയുടെയും അല്ല ക്യാരക്ടർ. 2 പേരും നല്ലപോലെ സംസാരിക്കും, നല്ല രീതിക്ക് മിങ്കിൾ ചെയ്ത് നിൽക്കും. പക്ഷെ ഞാൻ മിങ്കിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ട് സോണുണ്ട്. ആ കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്. അല്ലാത്ത പക്ഷം ഞാൻ ഒട്ടും ടോക്കറ്റീവ് അല്ല. എല്ലാവർക്കും തോന്നും ഈ കുട്ടിയൊന്നും മിണ്ടാത്തതെന്നൊക്കെ തോന്നും. ഒന്നും വിചാരിക്കരുത്, അത് ഈ ഒരു ക്യാരക്ടർ അതുകൊണ്ടാണ്. അങ്ങനെ പോകാൻ നിൽക്കുക. ഒരുങ്ങി കഴിഞ്ഞു. ഇനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ കൂടെ ഞങ്ങൾ പോകാൻ നിൽക്കാം. എന്നിട്ട് കാണാം. ഓക്കെ, സംസാരിച്ച് മോനൊക്കെ അടുത്ത്
ഇവള് നമ്മളെക്കാളും തറയടാ. രണ്ടുപേരും നല്ല കുറുമ്പികളാണ്. രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ മഹാവികൃതികളാണ്. അതേസമയം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പച്ച പാവങ്ങൾ. ഭയങ്കര കോംബോയാണ് രണ്ടുപേരും. ഹായ് ഗൈസ് എന്ന് പറയും. ഹായ് ഗൈസ് എന്ന് പറയും. ഹായ് യൂട്യൂബ് ചാനൽ. ഇതെന്ത് ഭാഷ? അങ്ങനെ സദ്യ സമയമായി. കാലം പോലെ ട്യൂഷനിലേറ്റൊരു സദ്യ ആസ്വദിക്കാൻ കുറച്ച് വൈകിയെങ്കിലും എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണവർഷക്കാലം നേരുന്നു. താങ്ക് യു.